ട്രീ ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിട്ടുള്ള കോഴിക്കോട് നടന്ന ബസ് ഇൻസിഡൻറ്റ്. റീച്ചിൻ്റെയും ലൈക്കിൻ്റെയും പിറകെ പോയപ്പോൾ നമുക്ക് നഷ്ടമായത് ഒരു നിരപരാധിയുടെ ജീവനാണ്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ക്യാമ്പസ് വർത്തമാനങ്ങളിലേക്ക്, നമ്മൾ പ്രത്യേകിച്ച് വനിതാ കോളേജിലാണ് നമ്മളുള്ളത്, അവിടുത്തെ കുട്ടികളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോവാം. പൊതുസ്ഥലങ്ങളിലും യാത്രക്കിടയിലൊക്കെ സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഇത്തരമൊരു വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയാണോ? എന്താണ് അമ്നയുടെ ഒരു അഭിപ്രായം? അപ്പം എന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുള്ള ആ ഒരു വീഡിയോയിൽ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആ ഒരു വീഡിയോയിലുള്ള ആൾ എന്ന് പറയുന്നത് നിരപരാധിയാണ് എന്നുള്ളത്. ആ സ്ത്രീ ആവട്ടെ ലൈക്കിനും റീച്ചിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ആ വീഡിയോയിലൂടെ വ്യക്തമാകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രതികരണമല്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള പ്രതികരണം ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് സ്പോട്ട് റിയാക്ഷനാണ്. അതിപ്പം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സ്ത്രീക്ക് എന്താണ് അപ്പം തന്നെ അതിനെതിരെ പ്രതികരിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ബസ് ഇൻസിഡൻ്റ് ആണെങ്കിൽ ആ ഒരു ബസ് ഇൻസിഡൻറ്റ് അപ്പം തന്നെ പ്രതികരിക്കുന്നത് ഒപ്പമുള്ള ആളുകളെയും കൂടിയും അതിലെന്ത് ചെയ്യുന്ന ഒരു പ്രതികരണ ശക്തിയും കൂടി വളർത്താൻ അതൊരു ഇതാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ രീതിയിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് ഡിജിറ്റൽ മീഡിയാസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രതികരണമാണ്. അതിപ്പം ക്യാമറാസും അല്ലെങ്കിൽ ഫോണായാലും ആ വീഡിയോ നമുക്കൊരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എവിഡൻസ് ആയതോടുകൂടിയേ തന്നെ നമുക്ക് അതൊരു നിയമപരമായി മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്കും പോകാവുന്നതാണ്. അപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നു, അതിനൊരു സ്ട്രോങ് എവിഡൻസ് ആകുകയും അത് സ്ത്രീകൾക്ക് കുറച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിൽ രീതിയിലുള്ള ഒരു പ്രതികരണം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിലുള്ള പ്രതികരണമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളത്. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പല നിയമങ്ങളും സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ്. അത് എന്ത് ചെയ്യാതിരിക്കുക, മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു അഭിപ്രായമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ വിചാരണ സമൂഹത്തിന് ഗുണകരമാണോ? എന്താണ് റാനിയക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അടിസ്ഥാനത്തിൽ, സോഷ്യൽ മീഡിയ വിചാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് പൂർണ്ണമായ ഒരു കാര്യത്തിനെ വിലയിരുത്താൻ കഴിയില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ രണ്ട് തരത്തിലുള്ള ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മിസ്ഇൻഫർമേഷൻസും ഡിസ്ഇൻഫർമേഷൻസും. ഡിസ്ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ഒരു വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മിസ്ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഈ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ഇൻസിഡൻറ്റിനെ, ഈ ഒരു കാര്യത്തിനെ ആളുകൾ അറിഞ്ഞും അറിയാതെയും ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കമൻറ്റിലൂടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള മീഡിയാസിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുമൊക്കെ ഈ ഒരു വീഡിയോസിന് ഇവർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇൻഫർമേഷൻസും നമുക്ക് തരുന്നൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയോടൊപ്പം തന്നെ ഈ കമൻ്റ് ഇട്ടവരും ഈ ഒരു പോസ്റ്റിനെ റീപോസ്റ്റ് ഇട്ട് ഈ ഒരു വീഡിയോ അത്രത്തോളം സ്പ്രെഡ് ചെയ്ത ആളുകളും ഇതിൽ ആ സ്ത്രീയോടൊപ്പം തന്നെ കുറ്റക്കാരാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കുപ്പിയിൽ നിന്നും തുറന്നു വിട്ടൊരു ഭൂതത്തെ പോലെയാണ്. ഒരിക്കലും നമുക്കത് തിരിച്ചു കയറ്റാൻ സാധിക്കാത്ത ഒന്നാണ്. അത് നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് പോകുന്ന രൂപവും ഭാവവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറത്തേക്കാണ്. ഓക്കെ, റീച്ചിനും ലൈക്കിനും വേണ്ടി ഇനിയൊരു നിരപരാധിയുടെ ജീവൻ പൊലിയാതിരിക്കട്ടെ. ഇതോടുകൂടി ട്രീ ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.